ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീടും തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് തൃശ്ശൂർ മണ്ണുത്തി ആ സെൻറ്ററിൽ നിന്ന് ഒരു 3.5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറിയിട്ട്, അതായത് ബസ് റൂട്ടൊക്കെ തൊട്ട് അടുത്തുകൂടെ ധാരാളം പോകുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,725 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. നമുക്ക് കാണാം വീടിൻ്റെ മുൻവശം ഈ ഒരു സൈഡ് നല്ലൊരു വീതി കൂടിയ ടാറിംഗ് റോഡ്, അതായത് 5 മീറ്ററോളം വീതി കൂടിയ ഒരു ടാറിംഗ് റോഡാണ്. അതുപോലെ ധാരാളം വീടുകൾ വർക്ക് നടക്കുന്നതും താമസിക്കുന്നതുമായ വില്ലകളാണ് ഇവിടെയുള്ളത്. അതുപോലെ ഈ ഒരു സൈഡും 5 മീറ്ററോളം വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. അതായത് മുഖാമുഖം നിൽക്കുന്ന 12ഓളം വീടുകളാണ് ഈ വില്ലയിലുള്ളത്. 2-3 വീടുകളിൽ ഇനി വർക്ക് നടക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,725 സ്ക്വയർ ഫീറ്റിലാണ്. വീടിൻ്റെ മുൻവശത്ത് നല്ല വീതി കൂടിയൊരു സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്യാം വണ്ടി വാഹനങ്ങൾ വരുന്ന സമയത്ത്. അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെയുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കളറ് ഡിസൈൻ കളറൊക്കെ ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ മുൻവശം. ഓപ്പൺ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ധാരാളം ടെക്സ്ചർ വർക്കുകളും ടൈൽ വർക്കുകളും വാം ലൈറ്റുകളും നല്ല കളർഫുള്ളായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാട്ട് മുഖമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, അതായത് ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അപ്പോൾ നല്ലൊരു ധാരാളം വെറൈറ്റി ടെക്സ്ചർ വർക്കാണ് ഈ പില്ലറിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം തേക്ക് വുഡിലാണ്. ഡബിൾ പാളി ഡോറോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് കാണാം വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗ് ടൈലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാർബിൾ ഡിസൈനുള്ള ടൈലാണ്. അതുപോലെ ഒരു അടിപൊളി TV യൂണിറ്റ്, മൾട്ടിവുഡിലാണ് ഈ TV യൂണിറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ചെറിയ ചെറിയ LED ബൾബൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ. അവിടെ ലിവിംഗ് ഹാളിൻ്റെ മുകൾ വശത്ത് ഹോൾ സീലിംഗ് വർക്ക് ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് അത് ഫുൾ ലെങ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ BLDC ലൂക്കറിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ ഫാനും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാനുള്ള പോയിന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഒരു സൈഡിലായിട്ട് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു. നല്ലൊരു വീതി കൂടിയ നല്ല എന്താ പറയുക നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. 12x14 ഈ ബെഡ്റൂമിൻ്റെ അളവ്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല കളർഫുള്ളായിട്ട് ഹോൾ സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വയലറ്റ് എൻ്റെ കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ധാരാളം LED ബൾബൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. വാൾ ടോപ്സൊക്കെ നമ്മൾ കണ്ടു. നല്ല വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ആ സ്റ്റെയറിന് അടിഭാഗത്തുള്ള ബാത്റൂമാണ് ഉണ്ടത്. സ്റ്റെയർ താഴെ വരുന്നൊരു ബാത്റൂമാണ്. ഹീറ്ററിൻ്റെ പോയിനെ കൂടെ എല്ലായിടത്തും സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം ലിവിംഗ് ഹാളിൽ നിന്ന് കിടക്കുന്ന ഭാഗത്ത് അതേ മാച്ചിങ്ങിൽ ഒരു യൂണിഫോം പോലെ മൾട്ടിവുഡ് തന്നെ LED ബൾബൊക്കെ വെച്ചിട്ട് ആർച്ച് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കും. അതേ സെയിം യൂണിഫോമിൽ തന്നെയാണ് ടൈല്. വീതി കൂട്ടി ടൈൽ തന്നെയാണ്. ഇനി അപ്പോക്സി ആണ് ഇവിടെ ബാലൻസ് വരുന്നത്. അത് ഓൾറെഡി ലാസ്റ്റാണ് ചെയ്യുക. ക്രോക്കറി പോലെ ഡിസൈനൊക്കെ വെച്ചിട്ട് സൈഡിലായിട്ട് LED ബൾബോട് കൂടി തന്നെയാണ് ഇവിടെ. ഗ്രാനൈറ്റ് ഒരു ബോർഡർ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ഒരു സ്പേസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഡൈനിങ് ഹാളിലും BLDCയുടെ ഫാനെല്ലാം കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന് ഒരു സൈഡിൽ ഇവിടെയും ഒരു സൈഡിൽ ആർച്ചോട് കൂടിയിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് നമ്മൾ വാഷ് ഏരിയയിലേക്ക് കിടക്കണം. രണ്ടാമത്തെ ബെഡ്റൂം. ഇതൊരു 11x10 സൈസാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അളവായി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെയും നല്ല
ഡിസൈനിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു LED ബൾബൊക്കെ വെച്ചിട്ട് യെല്ലോ ആൻഡ് വൈറ്റ് ഡിസൈനിൽ, വാൾഡ്രോപ്സ് ഒരു സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല തരം കമ്പനിയുടെ ബാത്റൂം ഫിറ്റിങ്സിലാണ് ഇവിടെ മെറ്റീരിയൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയലാണ്. ഹീറ്ററുള്ള പോയിൻറ്റും അതുപോലെ എക്സോസ്റ്റ് എല്ലാം സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും AC പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വുഡ് ഡിസൈനിൽ. നമ്മൾ ധാരാളം കബോർഡ് വർക്ക് ഇവിടെ താഴെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു LED ബൾബൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഹോബും ചിമ്മിനിയൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റാണ്. ഇവിടെയും ഫാനോട് കൂടിയ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും നമ്മുടെ ചുമരിലൊക്കെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. നല്ല വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ ഇനി വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗമാണിത്. അതേ മാച്ചിൻ്റെ ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ കണ്ട വാഷ് ഏരിയയോട് കൂടിയാണ് നല്ല അതേ കളർഫുള്ള് കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു. ബാക്കിലേക്ക് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ കട്ടൊക്കെ വിരിച്ചിട്ട് നല്ല മറ്റേ പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ബേബി മാറ്റിൽ വെച്ചിരിക്കാവില്ല. തെയ്യലൊക്കെ നടന്നെങ്കിൽ അത് ചെയ്യാം, മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വെള്ളം കിണറൊന്നും ചെറുതാക്കി ഒരു സൈഡായിട്ട് നടക്കാൻ ഉള്ള ഗ്യാപ്പിൽ ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. നമ്മൾ ആ ഗ്യാസിൻ്റെ കുറ്റി വയ്ക്കാനുള്ള പുറത്തേക്കാണ് കൊടുത്തത്. നമുക്ക് കാണാൻ അതിൻ്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ. നമുക്ക് വെള്ളം കാണാം, ധാരാളം വെള്ളം എത്ര വലിയ വേനൽക്കാലത്തിൽ. ഇവിടെ എല്ലാ വീടുകളും സെപ്പറേറ്റ് കിണർ തന്നെയാണ്. ബാക്ക് സൈഡിൽ വീടുള്ള വ്യൂസാണ്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,725 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് വരുന്നത്. അതുപോലെ മണ്ണുത്തിയ സെൻറ്ററിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ. അതുപോലെ ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ ധാരാളം ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ തന്നെയാണിത്. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,725 സ്ക്വയർ ഫീറ്റിലുള്ള വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 66 ലക്ഷം രൂപയാണ്. ഇതൊരു ടെസ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഒരു വയലറ്റ് ഡിസൈനോട് കൂടിയ ടെസ്റ്റർ വർക്ക്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ കളറൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാവുന്ന ഒരു ടെസ്റ്റർ വർക്കാണത്. മുകൾ വശത്തെ ഹാളാണ്, എൽ ഷേപ്പിലാണ് ഹാൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലൊരു അടിപൊളി TV യൂണിറ്റും LED ബൾബോട് കൂടി തന്നെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. വിൻഡോസിലൊക്കെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്തും BLDC ഫാനോട് റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയിട്ട് നല്ല ഹോൾ സീലിംഗ് വർക്ക് ഇവിടെ ചെറിയ LED ബൾബൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ആർച്ച് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത 2 ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഭാഗം തന്നെയാണ്. മൂന്നാമത്തെ ബെഡ്റൂം 14x12 ഈ സൈസിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അളവ് പോലെ കുറവ് പോലെ തോന്നും. ഇവിടെ വന്നാൽ നമുക്ക് ടൈല് 2x4 സൈസ്. ഈ ബെഡ്റൂമിലും താഴെ സൈഡിൽ തന്നെ ഹോൾ സീലിംഗ് വർക്ക്, അതും ഫാനോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് വെറൈറ്റി ഡിസൈനിലാണ് ബെഡ്റൂമിലൊക്കെ ഹോൾ സീലിംഗ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 പാളി വാൾഡ്രോപ്സും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമും വ്യത്യസ്തമായ ടൈലാണ് വാൾ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. പുതിയ ആധുനിക രീതിയിലുള്ള എല്ലാ വർക്കുകളും ഇവിടെ ഓൾറെഡി സെറ്റാണ്. പിന്നീട് ഇനി കുത്തിപ്പൊളിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. 4ാമത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 3 ബെഡ്റൂമും. ഒരു ബെഡ്റൂം മാത്രമാണ് ഒരു 10-11 വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ്. അതായത് ഫുൾ ലെങ്ത് തന്നെ ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ബൾബും ഫാനോട് കൂടി തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്.
തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും ഒരു 9.5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത്. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അത്ര അടുത്താണ്. ഈ ബെഡ്റൂമും സെയിം നേരത്തെ ബെഡ്റൂം പോലെ തന്നെ ഡ്രസ് യൂണിറ്റ് ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം വാഷ് ഏരിയയോട് കൂടി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് വാഷ് ഏരിയ ആക്കിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിൻ്റ് ഉണ്ട്, എക്സോസ്റ്റുള്ള പോയിൻ്റ് ഉണ്ട് എല്ലാം. പിന്നെ സോളാറിൻ്റെ പൈപ്പ് വെയിറ്റ് ടോപ്പിൽ വന്ന് നിൽക്കുന്നത്, നമുക്ക് ആവശ്യമെങ്കിൽ അത് കണക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,725 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ. ഇതിന് ഉടമ ചോദിക്കുന്ന വില 66 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതുള്ളൂ കേട്ടോ. മുകൾ വശത്തെ ബാൽക്കണിയാണിത്. 3-4 പേർക്കൊക്കെ ഈസി ആയിട്ട് മുകൾ വശത്ത് തന്നെ ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെയും ഒരു ഫാൻ, ചെറിയൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത്. ധാരാളം വർക്കുകൾ നടക്കുന്ന വീടുകളുണ്ട്. ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. ബാങ്ക് ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായൊക്കെ ബന്ധപ്പെടുക. അതുപോലെ 35 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ബാക്ക് സൈഡിലത്തെ ഓപ്പൺ ടെറസാണിത്. ഇവിടെ നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ഓപ്പൺ ടെറസാണ്. അതുപോലെ സൈഡിൽ ഇതേപോലെ നമുക്ക് ട്രസ് വർക്കൊക്കെ ഇപ്പുറത്തെ വീട്ടിൽ ചെയ്തിട്ട് വേണ്ട. അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതല്ലോ കേട്ടോ. നമുക്ക് റേറ്റോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അതൊക്കെ വർക്കുകളൊക്കെ എല്ലാം ചെയ്ത് നമുക്ക് ചെയ്യാം. ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ